ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഈസി വെജിറ്റബിൾ നൂഡിൽസ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാനായി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനായി ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ നൂഡിൽസ്. ഇനി നൂഡിൽസ് പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി വേവാകുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ടൊന്ന് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കുക. ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ കഴിക്കാനായി നമുക്ക് സെർവ് ചെയ്യാം. നൂഡിൽസ് തിളച്ച വെള്ളത്തിലിട്ട് ഹാഫ് കുക്കായ ശേഷം കോരിയെടുക്കണം. ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലിട്ട് വെജിറ്റബിൾസ് റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഓവർ കുക്ക് ചെയ്യണ്ട. അപ്പോൾ ഈ ഈസി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.